അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ പാട്ടുകൾ ചെയ്യാൻ അവസരം ഞാൻ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ അകത്ത് എൻ്റെ കോൺട്രിബ്യൂഷൻ അത് പിക്ചറൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ ഈ സിനിമയിൽ പാട്ട് വരുന്ന സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ കൃത്യമാകുകയും അത് ഞാൻ കൃത്യമായിട്ട് ജയചന്ദ്രനോട് പറയുകയും പാട്ട് എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ച് ജയചന്ദ്രനും ഞാനും തമ്മിൽ കുറേ ചർച്ച നടത്തുകയും ചെയ്തു. ഈ കാലത്ത്, അതായത് സിനിമ നടക്കുന്ന കാലത്ത് നിശബ്ദ സിനിമയുടെ കാലമാണ്. അന്ന് സിനിമയിൽ പാട്ട് പോയിട്ട് സംഭാഷണം പോലുമില്ല. അപ്പോൾ ഏത് തരം സംഗീതമായിരിക്കണം ആ കാലഘട്ടത്തിൽ ഒരു സിനിമയിൽ ഉപയോഗിക്കേണ്ടത്, ആ കാലഘട്ടം പുനർനിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഇല്ല. ആകെയുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പീരിയഡ് സബ്ജക്റ്റ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സിനിമയായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ ഓസ്കാർ കിട്ടിയ പടം ഹോളിവുഡിൽ, മലയാളത്തിൽ അങ്ങനെ പടം വന്നിട്ടില്ല. പക്ഷേ ഹിന്ദിയിലൊക്കെ മറാഠിയിൽ വന്നിട്ടുണ്ട്. ഹരിശ്ചന്ദ്രാസ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഫാൽക്കെയെക്കുറിച്ചുള്ളൊരു സിനിമ. അപ്പോൾ ഇതൊക്കെ മുൻപിൽ വെച്ചുകൊണ്ട് തന്നെ, പക്ഷേ ഈ പടങ്ങളിലൊന്നും പാട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പിന്നെയും ആലോചിക്കാം. പക്ഷേ പാട്ടുകൾ എങ്ങനെ വേണം? അപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ഒറ്റ ഉത്തരം ഇതായിരുന്നു. അതായത് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇതൊരു തനത് സംഗീത ശൈലി ഉണ്ടായിരുന്നു. അത് നീലക്കുയിലിൻ്റെയും അതല്ലെങ്കിൽ അതിനു മുമ്പ് നാടകഗാനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. ആ ഒരു കാലഘട്ടത്തിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ, ആ ഒരു ഗൃഹാതുരത്വ ചിന്തകൾ അല്ലെങ്കിൽ ആ സ്മരണകൾ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. അത് കൃത്യമായി ആ അളവിൽ, പ്രത്യേകിച്ച് ദേവരാജ മാഷ്ടറുടെ ശിഷ്യനായതുകൊണ്ടായിരിക്കാം ജയചന്ദ്രന് അത് പെട്ടെന്ന് തിരിച്ചറിയുകയും ജയചന്ദ്രൻ വളരെ പെട്ടെന്ന് തന്നെ ഈ പാട്ടുകൾക്ക് ട്യൂണിടുകയും ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ടാക്സ് ഫ്രീ കൊടുക്കുന്നതുകൊണ്ട് ആ സിനിമയ്ക്ക് അതിൻ്റെ സാമ്പത്തിക വിജയത്തിന് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ചും പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളത് വേണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം ടാക്സ് ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ അവാർഡ് സിനിമയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ സാധാരണ പ്രേക്ഷകർക്ക് വരാറുണ്ട്. പല സിനിമകൾക്കും അങ്ങനെ ഒരു കുഴപ്പം വന്നിട്ടുണ്ട്. അതായത് ടാക്സ് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ടാക്സ് ഫ്രീ കിട്ടിയ സന്തോഷത്തിൽ അതിന് വെച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കുകയും പോസ്റ്റർ കൂട്ടുകയും ചെയ്യുമ്പോൾ ഉടനെ ജനങ്ങൾ തീരുമാനിക്കുമോ ഇത് എന്തോ അവാർഡിന് സിനിമയാണെന്ന്. അതായത് ലോകത്തിൽ ഒരുപക്ഷെ മലയാള സിനിമയിൽ മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ നന്നായി പോയാൽ, അതായത് അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ. അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവരെ സംബന്ധിച്ചോളം ഏറ്റവും എന്താ പറയുക, ആ സിനിമയുടെ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും നല്ലതെന്നുള്ളതുകൊണ്ടാണ് അതിന് അവാർഡ് കിട്ടുന്നത്. പക്ഷേ സിനിമയിൽ മാത്രം, സിനിമയുടെ ഒരു കമേഴ്ഷ്യൽ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ മാത്രം അവാർഡ് കിട്ടിപ്പോയതുകൊണ്ട് മാത്രം ഒരു സിനിമ പരാജയപ്പെടുന്നതായിട്ട് കാണാം നമുക്ക്. അപ്പോൾ അവാർഡ് ഒരു ദോഷമായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ മറ്റെല്ലാ മേഖലയിലും ക്ലാസ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുക, അല്ലെങ്കിൽ ക്ലാസ്സായി എന്ന് പറയാം. സിനിമയിൽ മാത്രം ക്ലാസ്സായിപ്പോയി എന്ന് പറയാം. സിനിമാക്കാരൻ ഇവിടെ പറയാം അത് ക്ലാസ്സായിപ്പോയി എന്ന് പറയും. അതെന്തോ കുറ്റമായത് മാതിരിയാണ് പറയുന്നത്. അപ്പോൾ അത് പ്രേക്ഷകരുടെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം. ആ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നിടത്തോളം കാലം ടാക്സ് ഫ്രീ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മറ്റു രീതിയിലുള്ള സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും സർക്കാർ ഈ നിമിഷം വരെ നല്ല പ്രോത്സാഹനം നമുക്ക് തന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ആയാലും ശരി, സിനിമാ മന്ത്രി ഗണേഷ് കുമാർ ആയാലും ശരി, ഈ സിനിമയോടൊപ്പം നിന്ന ആൾക്കാർ തന്നെയാണ്. ഇനി എനിക്ക് ആഗ്രഹമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ.സി. ഡാനിയൽ ഇപ്പോൾ എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് ഈ സിനിമയിലൂടെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഉചിതമായൊരു സ്മാരകം ജെ.സി. ഡാനിയലിന് ഇവിടെ ഉണ്ടാകണം, കേരളത്തിലുണ്ടാകണം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരം പോലും തമിഴ്നാട്ടിലാണുള്ളത്. അപ്പോൾ ഉചിതമായൊരു സ്മാരകം കേരളത്തിലുണ്ടാവണം. അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം, സർക്കാർ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 മക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ജെ.സി. ഡാനിയലിൻ്റെ. ആകെ 5 മക്കളായിരുന്നു. അതിൽ ഈ സിനിമയിൽ വിഗതകുമാരൻ എന്ന കഥാപാത്രം, അതായത് ലോസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയെ അവതരിപ്പിച്ച ജെ.സി. ഡാനിയലിൻ്റെ മൂത്ത മകൻ സുന്ദരം എന്ന് പറഞ്ഞ മകൻ, അദ്ദേഹം മരിച്ചുപോയി. അതിന് താഴെ ഉണ്ടായിരുന്ന 2 സിസ്റ്റേഴ്സും മരിച്ചുപോയി. ഇപ്പോൾ ഏറ്റവും ഇളയ മകളും ഇളയ മകനുമാണ് ജീവിച്ചിരിക്കുന്നത്. ഇളയ മകൾ ട്രിവാൻഡ്രത്തുണ്ട്, മകൻ സേലത്തിലാണുള്ളത്. അദ്ദേഹമാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു തന്നത്. ഇതിൻ്റെ പല കാര്യങ്ങളും ഡൗട്ട് വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുകയും ഈവൻ ജെ.സി. ഡാനിയൽ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എന്നുള്ള കാര്യങ്ങൾ പോലും ഞങ്ങൾ അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഈ സിനിമ റിലീസ് ചെയ്ത ദിവസം അദ്ദേഹം എറണാകുളത്ത് വന്നിട്ട് പടം കാണുകയും ഞങ്ങളെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തതാണ്. അദ്ദേഹം ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തതാണ്. ജെ.സി. ഡാനിയലിൻ്റെ ഇളയ മകൻ ഹാരിസ് ഡാനിയൽ. ഈ ഹാരിസ് ഡാനിയൽ ഈ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സിൽ ഈ കഥാപാത്രം വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എല്ലാവിധ കോപ്പറേഷനും ജീവിച്ചിരിക്കുന്ന ജെ.സി. ഡാനിയലിൻ്റെ, പണ്ട് ഫിലിം കത്തിച്ച് കളഞ്ഞത് ഈ മകനാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ നിർണായക ഘട്ടത്തിൽ ഈ കുട്ടിയായിരുന്നപ്പോൾ ഫിലിം കത്തിച്ച് കളഞ്ഞെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അത് കത്തിച്ച് കളഞ്ഞതാണ് ഈ ഹാരിസ് ഡാനിയൽ എന്ന് പറയുന്ന മകൻ. അത് ഇന്നും ഞങ്ങളോടൊപ്പം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്നു.